നുള്ളിപ്പറക്കി പൈസ ഒപ്പിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ആ പൈസക്ക് വല്ല ഫുഡും മേടിച്ച് കഴിക്കാന്ന്. ചുമ്മാ പോയിട്ട് ഞാൻ വരുന്നില്ല. എടാ നീ ഉണ്ടായിരുന്നെങ്കിൽ പോവായിരുന്നു. നീ ഇല്ല ഞാനെങ്കിലും പോകുന്നില്ല. ഓ ഞാനില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും ഇല്ല. അത് തന്നെയാടാ നല്ലത്. പോയിട്ട് എന്താ കാര്യം എന്തുവാ? ഞാനും പോകുന്നില്ല. ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാൻ പോവാ. എനിക്ക് വേറെ പണിയുണ്ട്. അമ്മോ, ആ തുണി ഒന്ന് എടുത്തിടമ്മേ. നാളെ എനിക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള സാധനമാണ് രാവിലെ. അതവിടെ കിടന്ന് നനഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉണക്കി തരുമോ? ഇല്ലല്ലോ. ഈശ്വര, നാളെയാണല്ലോ ഓഡീഷൻ. കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. രാഹുലിനെ വിളിച്ചാലോ? അവനോടാണെങ്കിൽ എല്ലാം പറയുകയും വേണം, അല്ല കള്ളവും പറയാം. അനിയും കുഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഫോൺ എടുത്തു കഴിഞ്ഞാൽ നാളെ പോകുന്ന കാര്യം സംസാരിക്കേണ്ടി വരും. പക്ഷെ എടുക്കുന്നില്ലല്ലോ. എടുക്കായിരുന്നു, സാരമില്ല. എടുക്കുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കുക, അതാ നല്ലത്. എടുക്കണ്ട, അതാ നല്ലത്. ഹലോ അണ്ണാ ഒക്കെ വിളിക്കുന്നു ഇവനെ അങ്ങ് ഒസ്തിയാവേ. ഹലോ അണ്ണാ. എടാ, നാളെ ഞാനൊരു സിനിമ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട്. നിനക്ക് കാണണമെന്ന് ആഗ്രഹം ഇല്ലയോടാ? സിനിമ ഷൂട്ടിങ്ങോ? പോണം അണ്ണാ, പോണം പോണം പോണം. പോകാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല. അയ്യോ അണ്ണാ, എന്റെ കുടുക്ക് പൊട്ടിക്കാം. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അന്നാ അതെടുത്തോ, പൈസ എടുത്തോ. നിന്റെ ചെലവിന് വേണോടാ, എന്റെ പൈസ ഇല്ലാത്തോണ്ടാ. രാവിലെ 5 മണിക്ക് തന്നെ വരുവോളെ. ശരിയാണ് ശരി. അല്ല, ഇതാണോ നിന്റെ വേഷം? അടിപൊളിയല്ലേ? സൂപ്പറായിട്ടുണ്ട്. ഇതിട്ടുണ്ടാ വരുന്നില്ലയോ? എനിക്കറിയാം. പിന്നെ ഇത് എറണാകുളമാ. ഇവിടെ കിടന്ന് അലമ്പ് കാണിക്കില്ല. അത് വീട്ടിലെ തൊഴിൽ ഇവിടെ കാണിക്കരുതെന്നാ പറഞ്ഞത്. ചേട്ടൻ പറയുന്നതിന് കൂട്ടേ ചെയ്യത്തുള്ളൂ. അയ്യോ, എന്തോരം പേരാ ഓഡീഷന് വന്ന് ഇരിക്കുന്നത്. കാക്കക്കൂട്ടി കല്ലെറിയുന്നതിന്റെ കൂട്ടാണല്ലോ. ഇതിപ്പോ ആരെ എടുക്കും? ഹായ്, കൊറേ ചേച്ചിമാരുണ്ടല്ലോ. അലമ്പ് കാണിക്കല്ലേ ഇവിടെ കിടന്ന്. ചെസ് നമ്പർ 2302. ചേട്ടാ, ക്യൂ നിൽക്കുന്നില്ലയോ? നിങ്ങളെ എന്നാ, ഞാൻ പിന്നെ വന്ന് നിന്നോളാം. എനിക്ക് വയ്യ വെയിലത്തേക്കാന്. അടച്ചു വെക്ക് മോനെ. ആ ക്യൂ കണ്ടോ? ആ ക്യൂവിന്റെ അകത്ത് പോയി നിന്നിട്ടെ എന്റെ പേര് പറയണം. ഭയങ്കര വെയിലാ. എടാ, നിനക്ക് ഷൂട്ടിങ് കാണണോ? ആ ഷൂട്ടിങ് കാണണമെങ്കിൽ ആ നമ്പർ മേടിച്ചോണ്ട് വന്നാലേ ഒക്കത്തുള്ളൂ. അത് പോയി നിക്ക്. ചെസ് നമ്പർ കിട്ടി 3068. എടാ, 2034. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ചേട്ടൻ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വന്നയാ. എടാ, ഇത് നമ്മുടെ പുഞ്ചല്ലേ, എറണാകുളമാടാ. അല്ല, ഞാൻ ചെസ് നമ്പർ കിട്ടി 3668. 3668? ഇത് എപ്പോ കഴിയാനാ? അനിയും കുഞ്ഞണ്ണൻ. അല്ല, അനിയും കുഞ്ഞൻ നല്ല പേരല്ലേ? നല്ല പേരാ. അവന്റെ കാര്യം ഇവിടെ മിണ്ടി പോയേക്കരുത് കേട്ടാ. ഇല്ല, ഞാൻ മിണ്ടത്തില്ല. വെയിലത്ത് നിന്ന് തലവേന എടുക്കുന്നു. നാരങ്ങാവെള്ളം കുടിച്ചിട്ടില്ല. ചേട്ടാ, 2 നാരങ്ങാവെള്ളം വേണം. ചേട്ടാ, എനിക്കൊരു നാരങ്ങാവെള്ളം. അതെ, ഞാൻ നേരത്തെ കിട്ടിയതാ, നോക്കണ്ട. എടാ, ഈ തിരക്ക് കണ്ടട്ടെ ഇന്നൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചുമ്മാ കഴിഞ്ഞിട്ടാ. എമ്പുള്ളാരല്ല, നോക്ക്. എന്തോ കാണിക്കോ ഇവിടെ? എന്തിന് തിരക്കാ അവിടെ? മാറി നിക്കങ്ങോട്ട്. ഞാനാ അവിടുത്തെ മേൻ. ഞാനാ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. താണ്ടേ, ഞാൻ പറയുന്ന അനുസരിച്ച് ആളുകളെ അകത്തോട്ട് കയറ്റിയാ മതി കേട്ടോ. പുള്ളിയാ ഇവിടുത്തെ മേൻ. പുള്ളിയോട് ചോദിച്ചാലോ? സാറേ, സാറിന്റെ വാനപ്രസ്ഥ സിനിമ ഞാൻ കണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന അതിന്റെ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. ട്രെയിലർ സൂപ്പർ സൂപ്പർ. ഓഡിഷൻ വന്നല്ലേ? എങ്ങനെ മനസ്സിലായി? എന്നെ പൊക്കി അങ്ങ് മണ്ടക്ക് കയറ്റിയല്ലേ? അപ്പൊ മനസ്സിലായി. അവിടെ സാറിന്റെ അച്ഛൻ ഇരിക്കുന്നു. നിന്റെ കൊച്ചച്ഛൻ ഇരിക്കുന്നു. എടാ മണ്ടന്മാരെ, ഇതുവരെ ഞാൻ സിനിമ സംവിധാനം പോലും ചെയ്തിട്ടില്ല, അറിയാവോ? ഇപ്പഴേ ഞാൻ പറഞ്ഞില്ല, ഇവ വെറും മണ്ണയാണ്. എളുപ്പത്തെ അകത്ത് കയറണമായിരിക്കും ഇല്ലയോ? പിന്നെ പുറത്തേക്ക് കയറാം നിങ്ങളത്. ഞാൻ നിങ്ങളെ സിമ്പിളായിട്ട് അകത്ത് കയറ്റി. എനിക്ക് തോന്നുന്നു സാറേ, എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഡയറക്ടർ സാറായിരുന്നു. കോൾ ഷീറ്റ് ഞാൻ ഇപ്പോഴേ എഴുതി ഒപ്പിട്ടുതരാം. നായകൻ പോട്ടെ, ഈ സിനിമയിലെ കഴുതയുടെ റോൾ ചെയ്യാൻ പോലും ഉള്ള ലുക്ക് നിനക്കൊന്നുമില്ല. ആട്ടെ, നിന്റെയൊക്കെ ചെസ് നമ്പർ എത്ര? സാറേ, 26. 26. അയ്യോ, ഇതൊക്കെ വിളിച്ചു കേട്ടോ. ആട്ടെ, കേറിക്കോ. ആട്ടെ, ഈ മൊണ്ണയും കൂടെ വിളിച്ചോണ്ട് പോ. താങ്ക് യു സാർ. മണ്ടന്മാര് എന്നെ പറ്റിച്ചോടാ തെണ്ടികളെ.
ഇതാണോ ഷൂട്ടിങ്? ആ ഇതാ ഷൂട്ടിങ് ചെയ്യുന്ന സ്ഥലം. എടാ നീ എന്നാ പോയി ബിരിയാണി വാങ്ങിച്ചോണ്ട് വാ. ഞങ്ങൾ ഈ പരിപാടി ഒന്ന് സെറ്റ് ആക്കട്ടെ. ഉണ്ടല്ലോ പുരുഷു പിന്നെ സാറിന്റെ എല്ലാ പടങ്ങളും ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ട് സാറേ. ഓ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിരിക്കും കാണുന്നില്ലയോ? മനസ്സിലായി. അല്ല അത് കഴിഞ്ഞ പിന്നെ ഓടത്തല്ലല്ലോ. എന്റെ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ ഏതാ നിനക്ക്? അവിടെ ഇങ്ങനെ ഏത് പടമാണ് സംവിധാനം ചെയ്തത്? എനിക്കറിഞ്ഞൂടാ. അറിയത്തില്ല. സാറ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് നടൻ ആ വില്ലനെ അടിക്കുന്ന ഒരു സീനുണ്ടല്ലോ, പൊള്ളിയായിട്ടുണ്ട്. ആ പിന്നെ ആ നായിക സൈഡിൽ നിന്ന് കരയുന്ന കണ്ടില്ലയോ? ഓ എന്റെ ദൈവമേ, പെടഞ്ഞു പോകും മനസ്സ്. ഓ താങ്ക് യു. അല്ലേലും എല്ലാ സിനിമയ്ക്കകത്തും നായകന്മാരും വില്ലന്മാരും അടിക്കത്തില്ലേ, ഇങ്ങനെ എന്ത് ഇത്? ഓക്കെ, കാര്യത്തിലേക്ക് കടക്കാം. ഇൻട്രോ പറയൂ. സാറേ എൻ്റെ പേര് രാഹുൽ. ഞാൻ നൂർനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരുന്നു. പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അഖിലൻ നാർഡയുടെ വീഡിയോസിലൊക്കെ ഞാൻ സ്ഥിരമായിട്ടുള്ള ഒരാളാണ്. സാറേ ചളി വീഡിയോ അതാണ് ഈ പറയുന്ന അഖിലന്നാടിയുടെ വീഡിയോ. അങ്ങനെ പറയാടാ. സ്ഥിരമായിട്ട് ആ വീഡിയോക്കകത്തിലുണ്ട് സാറേ. പിന്നെ ഞങ്ങളെ ഒരുപാട് സിനിമയ്ക്കകത്ത് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഡയറക്റ്റ് അഭിനയിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. ചുമ്മാതാ, ഒരുത്തരും ഇതുവരെ വിളിച്ചിട്ടില്ല. പോയി കാലെ പിടിക്കല് അല്ലാതെ നാളല്ലടാ. അപ്പൊ ഞാൻ ഒരു സീൻ തരാം. കാമുക എടുത്ത് ടോക്സിക് ആയിട്ട് സംസാരിക്കുന്ന കാമുകൻ ഒന്ന് അഭിനയിച്ചു കാണിക്കും. ഹലോ, നീ എവിടെ പോയടി? എന്നോട് ചോദിച്ചോടി? ചോദിച്ചില്ല, അതാണ് ചോദിച്ചോ? ഇല്ല. വരക്കുള്ള ഗുളി കഴിച്ചിട്ടില്ല കേട്ടോ. ഗുളി കഴിച്ചിട്ട് വന്നാൽ മതി കേട്ടോ, വന്നാ മതി. ഒരു പിന്നെ സാർ ഒരു കോള് വന്നേ. എടേ നിന്നോട് ഞാൻ പോരാ പറയാൻ. ചോദിച്ചോ? എന്നോട് ചോദിച്ചോ? ഇല്ലല്ലോ, പോവണ്ട. എന്താ ചുരിദാറിന്റെ ഇട കാണാന്നോ? നീ ഷാളിട്ടോട്ടോ ഇവിടെ, ഷാളിട്ടോണ്ട് പോകാനാ നിന്നോട് പറഞ്ഞ. പൊളി, ഇതാണ് വേണ്ടത്. ഇത് കറക്റ്റ് മീറ്റർ. ഐ എൻജോയ്ഡ് എ ലോട്ട്. അവന്റെ രസങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ. അതൊന്ന് കാണിച്ചേ. ഞാൻ കാണിച്ചു തരാം സാറേ. പീഡിപ്പിക്കുന്ന രംഗം. ഇതെന്ത് സിബ ഉറിഞ്ചി കുടിക്കുന്നു? അത്ഭുതം. ചാണകം ഇടാൻ ബുദ്ധിമുട്ടുന്ന പശു. കൊള്ളാം. ഹാസ്യം. അടുത്തത് രൗദ്രം. ബീവത്സം. തൽക്കാലം നിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ടേക്കുന്നു. അടുത്ത ആളുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? രാഹുലിനെ പുച്ഛിച്ചില്ലായിരുന്നു അഖിലന്നാടി വീഡിയോക്കകത്ത് ചളിയൻ എന്നൊക്കെ പറഞ്ഞേ. അതിനകത്ത് വേറൊരു ചളിയും ഞാനാ. വെരി ഗുഡ്, താങ്ക് യു സാർ. തന്റെ കാമുകയെ ഒരുത്തൻ പീഡിപ്പിച്ചു. അപ്പൊ തന്റെ മാനസികാവസ്ഥ അതൊന്ന് അഭിനയിച്ചാൽ. തനിക്ക് വേറെന്തെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞ കാമുകിയെ പീഡിപ്പിക്കുന്ന ഒരുത്തനില്ല, അവന്റെ റോള് തരാവോ? പിന്നെ ഒരു പെണ്ണും കൂടെ. അത് അടിപൊളിയായിട്ട് ഞാൻ ചെയ്ത് കാണിക്കും. കാണിച്ചു തരാം. കൊണ്ടു അകത്ത് വിഗിരിപ്പുണ്ട്, വേണേ ഞാൻ പോവായിരുന്നു. പോടായിരുന്നു. 5-6 അസിസ്റ്റന്റ് ഉള്ളതായിരുന്നു. ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. അടങ്ങി അവിടെ കാണും വിരിയടാ. ആണല്ലേ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും വേണമായിരുന്നു. ബൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ റോൾ എന്താണെന്ന് എനിക്ക് നോക്കണമായിരുന്നു. എക്സ്ക്യൂസ് മീ സാർ, കുറച്ച് മോഡൽസ് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു ഓഡീഷന് വരാൻ വേണ്ടി. അയ്യോ, അവർക്ക് ഓഡീഷൻ ഒന്നും വേണ്ട. അവരെ സ്ട്രൈറ്റ് ഞാൻ എടുത്തു. ഓക്കെ സാർ, ഓക്കെ സാർ. മോനെ, നിനക്ക് സ്ക്രിപ്റ്റും തേങ്ങാക്കൊലയൊന്നും ഇല്ല. നീ ആ ഷർട്ട് ഒന്ന് ഉരിക്കേ. കഥാപാത്രത്തിന് വേണ്ടി ഞാൻ ഏതറ്റം പോകും സാർ. എടാ നീ ആ ചാനലിൽ അത് പോടാ, അത് കളി, ഇത് സിനിമ. നൈസ് ബോഡിയാ. ഇനി ആ പാൻറ്റോട് ഉരിക്കേ. ഊരങ്ങോട്ട് സിനിമയ്ക്കകത്ത് വന്നില്ലയോ ഊര്. ഇനി നിങ്ങൾ രണ്ടുപേരും കെട്ടിപ്പുണരും. 2 ശൃംഗാര സൗണ്ട് കൂടെ ഇടാം. ബാക്കി അമ്മമാര് ഡെമ്പിങ് പിടിക്കുമെന്ന്. അത്രേ ഉള്ളൂ. അല്ല സാറ്, സിനിമയുടെ ഓഡീഷൻ അല്ലേ ഇത്? സിനിമയാ മിസ്മയുടെ ഏറ്റവും പുതിയ സിനിമ, കാമക്കടിയൻ ശൃംഗാരവേലൻ. എങ്ങനെയുണ്ട്? മാമ, എനിക്ക് റോളുണ്ടോ?